ഹലോ കൂട്ടുകാരെ, അഞ്ചു ടീച്ചറാണേ. ടീച്ചർ ഇന്ന് നിങ്ങൾക്കൊരു കുഞ്ഞി കഥ പറഞ്ഞു തരാൻ വന്നതാണ്. എന്താ കഥയുടെ പേരെന്നറിയോ? പീലുവും ലാലുവും. ടീച്ചർ ഇന്ന് നിങ്ങൾക്കൊരു കുഞ്ഞി കഥ പറഞ്ഞു തരാൻ വന്നതാണ്. എന്താ കഥയുടെ പേരെന്നറിയോ? പീലുവും ലാലുവും. നമ്മള് പീലുവിൻ്റെയും ലാലുവിൻ്റെയും വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് കേട്ടോ. ആരാണ് പീലുവും ലാലുവും എന്നല്ലേ? ഒരിടത്ത് ഒരു കോഴിയമ്മയ്ക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. കോഴിക്കുഞ്ഞുങ്ങൾ. എത്ര കോഴിക്കുഞ്ഞുങ്ങള്? 2 കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. കാണിച്ചു തരാട്ടോ ടീച്ചറ്. ഇതാ ഒന്നാമത്തെ കോഴിക്കുഞ്ഞ്. എന്താണ് ഇവളുടെ നിറം? പറയൂ, എന്താണ് നിറം? മഞ്ഞ നിറം അല്ലേ? മഞ്ഞ നിറത്തിലുള്ള ഒരു കോഴിക്കുഞ്ഞ്. ഇവളുടെ പേരാണ് പീലു. എന്താ പേര്? പീലു. ഇനി രണ്ടാമനെ കാണിച്ചു തരാം. ഇതാണ് രണ്ടാമത്തെ കോഴിക്കുഞ്ഞ്. എത്ര കോഴിക്കുഞ്ഞ്? ഒന്നാമൻ, രണ്ടാമൻ അല്ലേ? 2 കോഴിക്കുഞ്ഞ്. ഇവന്റെ നിറം എന്താ? ചുവന്ന നിറത്തിലുള്ള കോഴിക്കുഞ്ഞൻ അല്ലേ? എന്താണ് ഇവന്റെ പേരെന്നറിയോ? ലാലു. എന്താ പേര്? ലാലു. അപ്പൊ ഒരു കോഴിയമ്മയ്ക്ക് 2 കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. ഒരാളുടെ പേര് പീലു എന്നും ഒരാളുടെ പേര് ലാലു എന്നും. പീലുവിന്റെ നിറം എന്താ കൂട്ടുകാരെ? മഞ്ഞ നിറം. ലാലുവിന്റെ നിറം എന്താ? ചുവന്ന നിറം. അപ്പൊ പീലുവും ലാലുവും. അങ്ങനെ ഈ പീലുവും ലാലുവും അമ്മ കോഴിയുടെ കൂടെ കൊത്തി തിന്ന് തീറ്റ തേടി ഇങ്ങനെ സുഖിച്ച് നടക്കുമായിരുന്നു. ഇവർക്ക് 2 പേർക്കും ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? പറയാൻ പറ്റുമോ? നമ്മുടെ ഈ മഞ്ഞ കോഴിയില്ലേ, പീലു കോഴിക്കുഞ്ഞ്, പീലു കോഴിക്കുഞ്ഞ് മഞ്ഞ നിറത്തിലുള്ള ആഹാരം മാത്രമേ കഴിക്കുള്ളൂ. എന്തൊക്കെയാവും മഞ്ഞ നിറത്തിലുള്ള ആഹാരം? പോരട്ടെ, മാങ്ങ അല്ലേ? പഴുത്ത മാങ്ങ. പിന്നെ ലഡു. പിന്നെ ജിലേബി. പിന്നെ മഞ്ഞ നിറത്തിലുള്ള പുഴുക്കള്, മഞ്ഞ നിറത്തിലുള്ള ഇലകള്, എല്ലാ മഞ്ഞ നിറത്തിലുള്ള പഴങ്ങളും ധാന്യമണികളൊക്കെ മഞ്ഞ നിറത്തിലുള്ള ഇതൊക്കെയായിരുന്നു നമ്മുടെ പീലി കോഴിക്കുട്ടി കഴിച്ചിരുന്നത്. വേറെ കളറൊന്നും ഈ പീലിക്കുട്ടി കഴിക്കില്ല. അപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടം മഞ്ഞ നിറത്തിലുള്ള ആഹാരങ്ങൾ മാത്രമായിരുന്നു കഴിക്കുക. ആര്? നമ്മുടെ പീലു അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാലുവിനെ കുറിച്ച് അറിയോ? ലാലു ചുവന്ന ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ. എന്ത് രസാലേ? ഒരാൾ മഞ്ഞ നിറത്തിലുള്ള ഭക്ഷണം മാത്രം, മറ്റേയാള് ചുവന്ന നിറത്തിലുള്ള ഭക്ഷണം മാത്രം. ലാലുവിന് ഇഷ്ടം എപ്പോഴും ചുവന്ന നിറത്തിലുള്ള പഴങ്ങള്, പലഹാരങ്ങള്, ചുവന്ന പുഴുക്കള്, ചുവന്ന ധാന്യമണികള്, ചുവന്ന ഇലകള്, അതൊക്കെയാണ് നമ്മുടെ ലാലു കഴിച്ചോണ്ടിരുന്നത്. കണ്ടോ ലാലുവിനെ? ഇതാ പീലു, ഇതാ ലാലു. കണ്ടോ? അപ്പോൾ ഒരാൾക്ക് മഞ്ഞ ഭക്ഷണവും ഒരാൾക്ക് ചുവന്ന ഭക്ഷണവും മാത്രമാണ് ഇഷ്ടം. അങ്ങനെ ഒരു ദിവസം ഇവർ 2 പേരും തീറ്റ തേടി ഇങ്ങനെ പോയി. വർത്താനമൊക്കെ പറഞ്ഞ്, കൊക്കുരുമ്മി തമാശയൊക്കെ പറഞ്ഞ്, കുറച്ച് പിണങ്ങിയും ഇണങ്ങിയും ഒക്കെ അവരങ്ങനെ തീറ്റ തേടി പോയി. അപ്പോൾ ഇവരിങ്ങനെ തീറ്റ തേടി നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ലാലുക്കുട്ടനില്ലേ, ലാലു കോഴിക്കുട്ടി ഒരു ചുവന്ന തുടുത്ത ഒരു പഴം കണ്ടു. എന്തായിരിക്കും ആ പഴം? അവന് ഓടിച്ചെന്നു തത്തി ഇങ്ങനെ കോഴിക്കുഞ്ഞ് ഓടിച്ചില്ല, ഇങ്ങനെ 2 കാല് കൊണ്ട് ഇങ്ങനെ തത്തി ലാലു കോഴിക്കുഞ്ഞ് ആ ചുവന്ന കായയുടെ അടുത്ത് എത്തി. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല വലുപ്പമൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള ചുവന്ന തുടുത്ത ഒരു പഴം. അവന്റെ കുഞ്ഞി കൊക്ക് കൊണ്ട് ഒറ്റ കൊത്തു കൊടുത്തു ആ പഴത്തിന്. ആ പഴം തുടുത്ത് നിൽക്കുന്ന പഴമാണേ. അപ്പൊ കുഞ്ഞു കൊക്കൊണ്ട് ഒരു
കടി വെച്ച് കൊടുത്തു, ഒരു കൊത്ത് വെച്ച് കൊടുത്തു. കൊത്തിയപ്പോ എന്താ സംഭവിച്ചെന്നറിയോ? പറയാമോ നിങ്ങൾക്ക്? അല്ല, എന്താ തോന്നിയിട്ടുണ്ടാവുക ആ ചുവന്ന് തുടുത്ത പഴം കൊത്തിയപ്പോഴ്? മധുരമോ? ഈ കോഴിക്കുഞ്ഞിന് എന്താ ഉണ്ടായതെന്നറിയോ? എരിഞ്ഞു. അവൻ കരയാൻ തുടങ്ങി. എന്റെ കൊക്ക് എരിയുന്നേ, എന്റെ ചുണ്ട് എരിയുന്നേ, ഓടിവായോ പീലു, ഓടിവായോ എന്നും പറഞ്ഞ് ലാലുക്കുട്ടൻ കരയാൻ തുടങ്ങി. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ത് കായ നമ്മുടെ ലാലു കൊത്തിയതെന്ന്? ഒന്ന് പറഞ്ഞേ, ഒന്ന് ഓർത്ത് നോക്കി. എന്തായിരിക്കും നമ്മുടെ ലാലു കൊത്തിയ പഴത്തിന്റെ പേര്? നിങ്ങൾക്കൊക്കെ അറിയാം ചിലപ്പോൾ. നിങ്ങളൊക്കെ ചിലപ്പോൾ രുചിച്ച് നോക്കിയിട്ടുണ്ടാവും, എന്നിട്ട് ഇതുപോലെ കരഞ്ഞിട്ടും ഉണ്ടാവും. പറയാമോ? പറയാമോ? ടീച്ചർ കാണിച്ചു തരേ. ഇതാ, ഇവനെയാണ് നമ്മുടെ ലാലു കൊത്തി തിന്നാൻ നോക്കിയത്. ആരെയാണെന്നോ? ഇതാ ഇവനാരാ? ആരാ ഇത്? മുളക്. നല്ല ചുവന്ന് തുടുത്ത് പഴുത്ത് നിൽക്കുന്ന നല്ല എരിവുള്ള ഒരു മുളക്. ഈ മുളകിനെയാണ് നമ്മുടെ പാവം ലാലു പോയി കൊത്തിയത്. അവനാകെ എരിഞ്ഞു കരയാൻ തുടങ്ങി. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ മുളക്? കടിച്ചു നോക്കിയിട്ടുണ്ടോ? അപ്പൊ എന്താ തോന്നിയിട്ടുള്ളത്? എരിവ് തോന്നിക്കാണൂല്ലേ? എരി എങ്ങനെയാന്ന് കാണിച്ച എല്ലാവരും. എങ്ങനെയാ എരിയാ? അയ്യോ അമ്മേ, വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കരയും അല്ലേ എരിയുമ്പോൾ? അയ്യോ, എരിയും അല്ലേ? അതുപോലെ നമ്മുടെ ഈ ലാലുക്കുട്ടന് എരിഞ്ഞു. എന്നിട്ട് അവൻ കരഞ്ഞപ്പോൾ നമ്മുടെ ഈ പീലുക്കുട്ടൻ എന്ത് ചെയ്തു? പീലു കോഴിക്കുട്ടി പറഞ്ഞു, കരയണ്ട, വിഷമിക്കണ്ട, ഞാൻ എന്ത് ചെയ്യാം? ഞാൻ നിനക്ക് ഒരു സാധനം തരാം. എൻ്റെ അടുത്ത് ഒരു സാധനം ഉണ്ട്, അത് തന്നാൽ നിന്റെ വിഷമം മാറും. കരയണ്ട കേട്ടോ, ഞാനൊരു ഭക്ഷണം തരാം, അത് കഴിച്ചാൽ നിൻ്റെ എരിവൊക്കെ മാറും, നിനക്ക് സങ്കടമൊക്കെ മാറും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവനിങ്ങനെ കാത്തിരുന്നു. ആര്? നമ്മുടെ ലാലു. പീലു പറഞ്ഞു, സാരമില്ല, കരയണ്ട, ഞാൻ നിനക്ക് നല്ലൊരു സാധനം തരാം. അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ടീച്ചർ കാണിച്ചു തരാം കേട്ടോ. എന്തായിരിക്കും അറിയോ? അത് നല്ല എരിമാറുന്ന സാധനം എന്തായിരിക്കും? പറയാൻ പറ്റുമോ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. എരിമാറുന്ന നല്ല രുചിയുള്ള വേറൊരു സാധനം. എനിക്കറിയാം, നിങ്ങൾക്കൊക്കെ അറിയാം. കൊതിയന്മാരാണ് നിങ്ങളൊക്കെ അല്ലേ? ഇതെന്താണ്? ലഡു. ഉണ്ടോ? ലഡു, നല്ല ലഡുവാണിത്. അപ്പോൾ ഈ ലഡു നമ്മുടെ പീലു നമ്മുടെ ലാലുവിന് ലഡു കൊടുത്തു. ലഡു കൊടുത്തപ്പോൾ നമ്മുടെ പീലുവിൻ്റെ ലഡു ലാലുവിന് കൊടുത്തപ്പോൾ ലാലുവിന് സന്തോഷമായി. അവനതൊക്കെ കൊത്തി 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 തിന്നു. നല്ല മധുരം വന്നു വായിൽ അല്ലേ? അപ്പോൾ ലാലുവിൻ്റെ എരിവൊക്കെ മാറി ലാലുവിന് സന്തോഷമായി. അങ്ങനെ പിന്നെ ലാലുവും പീലുവും കൂടി സന്തോഷത്തോടെ പിന്നെ കൊത്തി തിന്നാൻ പോയി. ഇഷ്ടപ്പെട്ടോ കഥ? അപ്പം എന്തൊക്കെ നമ്മൾ കണ്ടു ഇതിനകത്ത്? 2 കോഴിക്കുഞ്ഞുങ്ങൾ, ഒരു മഞ്ഞക്കോഴിയും ഒരു ചുവന്ന കോഴിയും അല്ലേ? ഇവർക്ക് ഒരാൾക്ക് എരിവ് തിന്ന് സങ്കടം വന്നപ്പോൾ ഇയാൾ എന്ത് കൊടുത്തു? മധുരം കൊടുത്തു. എരിവ് തിന്നപ്പോ മധുരം കൊടുത്തു. എന്നിട്ട് എരിവ് മാറ്റി സന്തോഷമായി അല്ലേ? ഇഷ്ടപ്പെട്ടോ കഥ? കൂട്ടുകാർക്ക് ഇഷ്ടമായോ ഈ കഥ?